കാടിറങ്ങുന്ന കടുവകളുടെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് മുൻ വെറ്റിനറി ഉദ്യോഗസ്ഥനായ കെ ഈശ്വരൻ. കടുവ നമ്മൾ ഈ പുറത്തു വരുന്ന കടുവകളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള കടുവകളെയൊന്നും പുറത്ത് കാണാറില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യം ക്ഷയിച്ച കടുവകളാണ് വരുന്നത്. അത് പ്രായവുമായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായാധിക്യം കൊണ്ട് പല്ലിന് കേട് വന്നിട്ടുള്ളത് അങ്ങനെയുള്ളതാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ എണ്ണം കൂടുമ്പോൾ പരസ്പരം ടെറിട്ടറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ ഫൈറ്റിൽ മുറിവേറ്റവരും പുറത്തു വരും. അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ, കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് കാട്ടിൽ. അപ്പോൾ ആ ശക്തി കുറവുള്ളവൻ എളുപ്പം കിട്ടുന്ന ഭക്ഷണം തേറി അതിനുവേണ്ടി പുറത്തേക്ക് വരും. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കാടിനോട് ചേർന്ന് ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. വളർത്ത് മൃഗങ്ങൾ ധാരാളമുണ്ട്. പല മൃഗങ്ങളും കാട്ടിലാണ് മേയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിനെ പുറത്തേക്ക് വരുന്നതിന് പിന്നെ വേറൊരു കാര്യം ഉണ്ടാവും. ഈ ഒരു അതിന് നിലനിൽക്കാൻ കഴിയാത്തൊരു ടെറിട്ടറിയിൽ നിന്ന് വേറൊരിടത്തേക്ക് രക്ഷപ്പെട്ടു പോകേണ്ട ഒരു ആവശ്യം അതിനെ സംബന്ധിച്ചിടത്തുണ്ട്. ഒരുപക്ഷെ അത്തരം ഈ മൈഗ്രേഷൻ്റെ ഒരു ഭാഗമായിട്ടും, കാരണം കാട് കയറി ഇറങ്ങിയാണ് കിടക്കുന്നത്. ഒരു കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിലേക്ക് പോകുന്നതിന് ഉപയോഗിക്കുന്ന പാതകളാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന അവസരത്തിലും ഇത് പുറത്തു വരാം.